വലിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? വലുതും ശക്തവുമായി നാം ചിന്തിക്കുന്ന ചില വലിയ വൻമരങ്ങൾ വേരോടെ പിഴുതു പോകുന്നു. താരതമ്യേന ചെറിയ മരങ്ങളാകട്ടെ ആ വലിയ കൊടുങ്കാറ്റിൽ ആടി ഉലഞ്ഞു പോയേക്കാം. ചിലപ്പോഴൊക്കെ അതിൻ്റെ മുകൾ ഭാഗം ആടി ഉലഞ്ഞ് റാ പോലെ വളഞ്ഞ് മണ്ണിൽ തൊട്ടു എന്നും വന്നേക്കാം. പക്ഷേ കാറ്റ് കടന്നുപോയി പ്രഭാത സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അവ ഇന്നലെ നടന്നത് എന്താണെന്ന് പോലും അറിയാത്ത മട്ടിൽ തല ഉയർത്തി നിൽക്കുന്നത് നാം കാണുന്നു. ആടി ഉലയും വളയും, പക്ഷേ അവ ഒടിയുകയില്ല. നമുക്ക് പലപ്പോഴും ഇഷ്ടം ശാന്തമായ കടൽ തീരമാണ്. പക്ഷേ കടൽ തീരം ഒരിക്കലും ശാന്തമല്ലല്ലോ. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. നാം പ്രതീക്ഷിക്കുന്ന ശാന്തതയും സ്വസ്ഥതയും എപ്പോഴും ലഭ്യമാകണമെന്നില്ല. അപ്രതീക്ഷിതമായ കാറ്റുകളും കോളുകളും തിരമാലകളും നിരാശകളും തോൽവികളും അപ്രതീക്ഷിതമായ തിരിച്ചടികളും എല്ലാം അടിക്കടി ഉണ്ടായെന്നിരിക്കാം. ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ ചിലർ വൻ വൃക്ഷങ്ങളെ പോലെ തകർന്നു പോകാറുണ്ട്. വേദപുസ്തകം അങ്ങനെയുള്ളവരെക്കുറിച്ച് പറയുന്നത് സ്വയാശ്രയക്കാരുടെ ഗതി എന്നാണ്. മറ്റു ചിലരാകട്ടെ മാനുഷികമായ ദൃഷ്ടിയിൽ വൻ തടികളാകണമെന്നില്ല. എങ്കിലും കാറ്റും കോലും അവയെ ഉലച്ചു കളയുകയും വളയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും തകരാതെ അത് പിടിച്ചു നിൽക്കുന്നു. ശരീരത്തിൻ്റെ കരുത്തോ പണമോ പ്രസക്തിയോ ജോലിയോ ഒന്നുമല്ല ഇതിൻ്റെ കാരണം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും എന്ന് ഭക്തൻ പറഞ്ഞതുപോലെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ആശ്രയവും ആണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൽ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അപ്പോസ്തലനായ പൗലോസും കൂട്ടരും അകപ്പെടുന്നതായി നാം മനസ്സിലാക്കുന്നു. പ്രതിസന്ധിയുടെ നടുവിൽ ഉറച്ച കാലുകൾ ഇടറിപ്പോയാൽ നമുക്കൊരിക്കലും മുൻപോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മുടെ കാലുകൾക്ക് മാൻപേടയ്ക്ക് തുല്യമായ ബലമാണ് ദൈവം നൽകുന്നത്. ആ സമയത്ത് നമ്മുടെ കാലുകൾ നിൽക്കുന്നതാകട്ടെ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിലും. ആരോഗ്യവും ബന്ധങ്ങളും പണവും ജോലിയും പിടിപാടുകളും കഴിവുകളുമെല്ലാം വളരെ വേഗം തകർന്ന് തരിപ്പണമാകുമ്പോഴും തിരമാലകൾക്ക് തകർക്കാൻ പറ്റാത്ത ഉറപ്പുള്ള യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിൽ ആശ്രയം കണ്ടെത്തിയിരിക്കുന്ന ഏതൊരുവനും ഏതു പ്രശ്നത്തിലും തളർന്നു പോകാതെ തല ഉയർത്തി നിൽക്കുവാൻ ദൈവം ബലപ്പെടുത്തുന്നവനാണ്. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു എന്ന് പൗലോസ് പറയുന്നു. ആ ദൂതനിൽ നിന്ന് തനിക്ക് കിട്ടിയ സന്ദേശം ഭയപ്പെടരുത് എന്നുള്ളതായിരുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.